اقرأ اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള ഈ ജബലൻ നൂർ, ദ മൗണ്ടൻ ഓഫ് ലൈറ്റ്, ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ള ഈ ഒരു മണ്ണ്. ഇവിടെ നിന്നാണ് പ്രവാചകൻ ഇഖ്റ എന്ന് പറഞ്ഞപ്പോൾ ഭയന്ന് വിറച്ചുകൊണ്ട് പ്രവാചകൻ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയിട്ട് അവിടെ പുതപ്പിട്ട് മൂടിക്കിടന്നത്. പിന്നീട് ഖുർആൻ ഇറങ്ങുന്നത് പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ എഴുന്നേൽക്കുക, ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. ഹിറാ ഗുഹയിലേക്കുള്ള പുതിയ വഴിയാണിത്. മക്കയിലെ കാബയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ജബലൻ നൂർ, ദ മൗണ്ടൻ ഓഫ് ലൈറ്റ്, ഹിൽ ഓഫ് ഇലുമിനേഷൻ എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു പർവ്വതത്തിന് മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2100 അടി 760ഓളം മീറ്റർ ഉയരത്തിലുള്ള ഒരു ഗുഹയാണ് ഹിറാ ഗുഹ. 1700ഓളം പടികൾ കയറിയിട്ട് വേണം നമ്മൾ ഹിറാ ഗുഹയിലെത്താൻ. ഇന്ന് നല്ല വീതിയുള്ള റോഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കേബിൾ കാർ സംവിധാനങ്ങളിലൂടെ തന്നെ ജനങ്ങൾക്ക് ഹിറാ ഗുഹ സന്ദർശിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സുപ്രധാന സ്ഥാനമുള്ള ഒരു സ്ഥലമാണ് ഹിറാ ഗുഹ. തനിക്ക് 40ഓളം വയസ്സിനോടടുക്കുമ്പോൾ തൻ്റെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അക്രമവും അനീതിയും അരാജകത്വവും കണ്ടുമടുത്ത് അസ്വസ്ഥനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകാന്തനായിരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഹിറാ ഗുഹ. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഏകാന്ത ധ്യാനത്തിൻ്റെ ഏകദേശം 3 വർഷത്തോളം അദ്ദേഹം ഇങ്ങനെ ധ്യാനത്തിലിരിക്കും, തിരിച്ച് വീട്ടിലേക്ക് വരും. ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന കാലത്ത് ഒരു റമദാനിൻ്റെ അവസാന സമയങ്ങളിൽ അദ്ദേഹം ഇവിടെ ഏകാന്തനായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മുമ്പിൽ ജഗന്നിയന്താവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ള മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഭൂമി ലോകത്തിന് അനുഗ്രഹമായി അദ്ദേഹത്തിന് പ്രവാചകത്വം നൽകുന്നത്. മാത്രമല്ല അദ്ദേഹത്തോട് വായിക്കുക, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന പരിശുദ്ധ ഖുർആൻ 96-ാം അധ്യായത്തിലെ ആദ്യ വചനങ്ങൾ അവിടെ ഇറങ്ങുന്നത്. അതായത് ഈ ഗുഹയിലാണ് ലോക ജനതയ്ക്ക് സന്മാർഗ ദർശനമായി ഇറക്കിയ ഖുർആനിൻ്റെ ആദ്യ വചനങ്ങൾ ഇറങ്ങിയത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സാന്നിധ്യമുണ്ടായ സ്ഥലമാണ് ഹിറാ ഗുഹ. അതുകൊണ്ട് തന്നെ ഇതിനെ ജബലൻ നൂർ, പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ പർവ്വതം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത, അക്ഷരാഭ്യാസം നേടിയിട്ടില്ലാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വായിക്കുക എന്ന് കൽപ്പിച്ചപ്പോൾ എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞതും അദ്ദേഹത്തെ ജിബ്രീൽ അലൈഹിസ്സലാം കുട്ടിപ്പിടിക്കുന്നതും അതിൻ്റെ ആ ഭയപ്പാടിൽ തൻ്റെ പ്രിയതമ ഖദീജ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് പുതപ്പിട്ട് മൂടു ഖദീജ എന്ന് പറയുന്നതുമെല്ലാം ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഖദീജ റളിയല്ലാഹു അൻഹു പ്രവാചകനെ വിശ്വസിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. തൻ്റെ സഹോദര പുത്രനായ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. അന്ന് ജാഹിലിയ കാലത്ത് ക്രിസ്തുമതം ഉൾക്കൊണ്ട ഒരു പണ്ഡിതനായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. അപ്പോൾ വറഖത്ത് പറയുന്നുണ്ട്, ഇത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് വന്നിട്ടുള്ള അതേ മലക്ക് ജിബ്രീൽ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല വറഖത്ത് അവിടെ ഒരു പ്രവചനം കൂടി നടത്തുന്നുണ്ട്. താങ്കളുടെ നാട്ടുകാർ താങ്കളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ഞാൻ ആരോഗ്യവാനായി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ താങ്കളിൽ വിശ്വസിക്കുമായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയും പ്രവാചകനും അത്ഭുതം തോന്നുകയാണ്. കാരണം 40 വയസ്സ് വരെ അവിടെ ജീവിക്കുന്ന ആ പ്രവാചകനെ വിശ്വസ്തനും സൽസ്വഭാവിയും സ്വീകാര്യനുമായി എല്ലാം കണക്കാക്കപ്പെടുന്ന ഒരു സമൂഹം ഈ നാട്ടിൽ നിന്ന് അല്ലമീൻ എന്ന് പേരിട്ട് വിളിക്കുന്ന ആ ഒരു സമൂഹം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ എന്നവർ ചിന്തിക്കുകയാണ്. പക്ഷേ പിന്നീട് അത് സംഭവിച്ചു. ആ പ്രവചനം പുലരുന്നതാണ് നാം കണ്ടത്. ആ ഒരു ചരിത്ര സന്ദർഭം ഉൾക്കൊള്ളുന്നതാണ് ഹിറാ ഗുഹ.